ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം സപ്തമസ്കന്ധം. ഹിരണ്യകശിപുവധം. മുന്നം ഹിരണ്യാക്ഷനെ സകലേശ്വരൻ പന്നിയായമ്പോടവനിയുയർത്തുവാൻ കൊന്നളവുണ്ടായെഴുന്ന പരിഭവം മഞ്ഞുവിൽ മൂടിത്തളർന്നു ചമകയാൽ ഖിന്നനായുള്ള ഹിരണ്യകശിപുവാമുന്നതനായ ധനുജകുലാധിപൻ തന്നുട ബന്ധുക്കൾ പോന്നവനന്തികെ നിന്നിതിഹാസമാർഗോക്തിഭേദങ്ങളാൽ മായാമയമായ സംസാര സംഭ്രമത്തോയാ കരത്തെ കടക്കും പ്രകാരങ്ങൾ നാനാവിധം പറഞ്ഞേറെ വളർന്നഴും മാനസതാപമൊഴിച്ചിരുത്തിയിടിനാർ. അപ്പോൾ തളർന്നു കിടന്ന പരിഭവമുൾപ്പൂവിലേറെ വളർന്നു ചമകയാൽ വിഷ്ണുപ്രിയന്മാരെയും വിഷ്ണുവിനെയും വിഷ്ണുഭക്തന്മാരെയും പ്രതികൂലിപ്പാൻ മദ്ബലം കൊണ്ടു തന്നെ മതിയാകയില്ലബ്ജോദ്ഭവപ്രസാദം വേണമെന്നെല്ലാം കൽപ്പിച്ചുറച്ചുടൻ മന്ദരപർവ്വതത്തെ പ്രവേശിച്ചു തപസ്സു തുടങ്ങിനാൻ. ദാരുണമായ തപോബലം കൊണ്ടവൻ സാരസ സംഭവനെ പ്രസാദിപ്പിച്ചു ദേവകൾക്കും ഭയം ചേർത്താനവർ ചെന്നു ദേവൻ വിരിഞ്ചനുമായഥ സത്വരം പ്രത്യക്ഷനായി ചെന്നു വീണ്ടും വരങ്ങൾ ഞാൻ അദ്യ നൽകിയിടുവനെന്നു നിന്നീട്ടിനാൻ. നത്വാപി ചൊന്നാനസുരപ്രവരനുമൊത്തവരം മമ നൽകുന്നതാകിലോ ത്വൽസൃഷ്ടജാതികളാരാലുമേ മമ മൃത്യുവരാതവണ്ണം തരേണം വരം ശസ്ത്രങ്ങളഷ്ടാദശാദികളാലുമങ്ങത്തൽ അത്തലേത്തായ്വാൻ അനുഗ്രഹിക്കേണമേ. പശ്ചാദനന്താവനി സുതലങ്ങളിലെത്തരുതെങ്ങു നിന്നും മമാന്തം വിഭോ നക്തന്തിവം കാലയുഗ്മങ്ങളിലും അന്തർബഹിർദേശങ്ങൾ തന്നിൽ നിന്നും മമ മൃത്യുവൊരു യോനിജങ്ങളാലും പുനരെത്താതവണ്ണം തരിക വേണം വരം. വിക്രമശക്തി വളർന്നു ലോകത്രയമൊക്കെ ജയിക്കയും വേണമെന്നാൽ തന്നെ ഇത്തമർത്ഥിച്ചവൻ തന്നോടതൊക്കെയും ഒത്തവണ്ണം നിനക്കെന്നു വിരിഞ്ചനും സദ്യോവരം കൊടുത്തങ്ങവൻ മുമ്പിൽ നിന്നെത്രയും വേഗാൽ മറഞ്ഞരുളിയിടിനാൻ. ദാനവേന്ദ്രൻ തപസ്സും സമർപ്പിച്ചു തൽസ്ഥാനാധിപത്യം ഭൃഗുസുതാജ്ഞാവശാൽ വാണാൻ സുഹൃത്തുക്കളും വന്നു കൂട്ടിനാർ. മാനം നടിച്ചാരസുരപ്രവരരും വാരിജയോനിവരപ്രഭാവാൽ ഭയമാരിലുമെന്യേ ഹിരണ്യകശിപുവും സാധുജനങ്ങളെ ദ്വേഷിച്ചനുദിനമാധി വളർത്താൻ അഖില ജനത്തിനും. ദേവേന്ദ്രനാദി ദിഗീശന്മാർ തമ്മെയും ദേവാരി താനെ ജയിച്ചാനശേഷവും ദേവപദാർത്ഥങ്ങളുമടക്കിക്കൊണ്ടു ദേവികളെയും വിധേയമാക്കിയിട്ടിനാൻ. ഭൂമിയും ആകാശവും ബലിസത്മവും താമസനൊക്കെയടക്കിനാൻ അശ്രമം നാനാപ്രകാരവും ഈശനാകുന്നതു താനെന്നുറച്ചു കൊണ്ടിട്ടിനാൻ കശ്മലന്താനവൻ. മറ്റൊരു നാഥനുണ്ടങ്ങൊരു കോണിലെങ്ങാനുമെന്നിങ്ങനെ കേൾക്കിലോ നൂനമവിടേക്കു ചെന്നവൻ തന്നുട മാനമടക്കി വച്ചിങ്ങു പോരും ബലാൽ
പേടിച്ചരയാലിലകൾ പോലെ തുലോമാടൽ പെടുമവനെന്നു കേൾക്കും വിധൗ നാരായണാന്തക വൈരികളിജ്ജകൽ കാരണന്മാരെന്നൊരുവൻ പറകിലോ കേവലം ചെന്നവനെ പിടിപ്പെട്ടുടൻ നാവരിഞ്ഞിടുവാനും മടിയില്ല പോൽ കാമാരി നാരായണന്മാരുടെ തിരുനാമങ്ങളും ജപിച്ചിട്ടരുതാരുമേ. നാഥനാകുന്നതു ഞാൻ ജഗത്തിനു മൽപ്രീതി വേണം വരുത്തിയിടുവാനേവരും നാമജപങ്ങളും ധ്യാനവും പൂജയും കാമദനാമെന്നെ വേണമെല്ലാവരും. യാഗാദി കർമ്മ ഹവിർഭാഗമാദിയാം ഭോഗഭോക്താവു ഞാൻ എന്നുറച്ചിടുവിൻ. ഏവമാദിപ്രഭാവോപേതനാമവൻ ഏവരെയും പരം ദ്വേഷിച്ചിതേറ്റവും അന്നതേതും സഹിയാഞ്ഞമരേന്ദ്രാദി വൃന്ദാരകവൃന്ദവും മുനിവർഗവും ചെന്നു പാലാഴിപ്പുക്കമ്പുജ നേത്രനോടിന്ദ്രാരിയാലുള്ളു ഭദ്രവമൊക്കവേ വന്ദിച്ചു വാഴ്ത്തി സ്തുതിച്ചുണർത്തിച്ചതങ്ങിന്ദിരാ വല്ലഭൻ കേട്ടു കൃപവശാൽ. വന്ദിച്ചു വാഴ്ത്തി സ്തുതിച്ചുണർത്തിച്ചതങ്ങിന്ദിരാ വല്ലഭൻ കേട്ടു കൃപാവശാൽ. മന്ദസ്മിതം ചെയ്തു മാധുര്യപൂർവമാനന്ദാലയൻ കനിവോടരുളിച്ചെയ്തു ഉഗ്രനായുള്ള ദിതിസുതോപദ്രവം നിഗ്രഹിച്ചാശു തീർത്തിയിടുവൻ തന്നുടെ പുത്രനാം ഭാഗവതോത്തമൻ തങ്കലേ ശത്രുതയാ പുനരില്ലൊരു സംശയം ചെറ്റുപാർക്കെന്നതു കേട്ടമരൗഘവും തെറ്റെന്നു പോയി നിലയം പ്രതിമേവിനാർ. മുഷ്കരനായ ഹിരണ്യകശിപുതൻ മക്കളിലാദ്യനാം പ്രഹ്ലാദനാദിയായി മറ്റുള്ള ദാനവ ബാലകന്മാരെയും മുറ്റുമിയെന്ന ഭൃഗുസുതന്മാരവർ വിദ്യകളഭ്യസിപ്പിച്ചു തുടങ്ങിനാരെത്രയും ബുദ്ധിമാന്മാരവരേവരും സർവജ്ഞനായി ചമഞ്ഞിടിനാനങ്ങതിൽ ദിവ്യനാം പ്രഹ്ലാദനും സ്വാഭാവികയാം വാസനയാ ജഗൽക്കാരണനാകിയ വാസുദേവങ്കലുദിച്ചുണർവേറ്റവും ഭക്ത്യാഭി വിഷ്ണുമയം ജഗൽ സർവമെന്നുൾക്കാമ്പിൽ നന്നായുറപ്പിച്ചനുദിനം വിദ്യകളഭ്യസിച്ചിട്ടിനാൻ കൂട്ടവേ നിത്യമതിലൊരു നാൾ അസുരേശ്വരൻ പുത്രനെ തന്നരികത്തു വിളിച്ചെടുത്തുത്സുംഗസീംനി വിന്യസ്യ പുണർന്നുടൻ മൂർധനി മുകർന്നു സന്തോഷേണ ചോദിച്ചാൻ ആസ്തയാ നീ പഠിച്ചുള്ളതെല്ലാറ്റിലും നല്ലതെന്തെന്നു ചൊൽകെന്നതു കേട്ടവൻ ചൊല്ലിനാനല്ലലൊഴിഞ്ഞു മന്ദേതരം നല്ലതു നാനാ ജഗദ്ഗുരു മാധവൻ കല്യാണവാരിധി തൻ പദസേവയിൽ മീതേ നമുക്കേതുമില്ലെന്നതെന്നുടെ ചേതസി നന്നായുറച്ചിതു കേവലം തേറുകെന്നാത്മജൻ ചൊന്നതു കേട്ടുടൻ ചീറിയെഴുന്നതി കോപേന ദാനവൻ പാരാതെ നേരെ പിടിച്ചു തള്ളിയിട്ടിനാൻ പാരിലാറേഴുരുണ്ടങ്ങെഴുന്നേറ്റവൻ. നാരായണ പരിപാലയമാമിതി നേരെ തൊഴുതു നിന്നിട്ടിനാൻ ദൂരവേ എന്നുടെ ശത്രുവായുള്ളവൻ തന്നിലോ ചെന്നുറയ്ക്കുന്നിതു നിന്നുട മാനസം നന്നല്ലിതുണ്ണീ നിനക്കെന്നവൻ കനൽ ചിന്നും മിഴികളോടാശു ചൊല്ലിയിട്ടുടൻ പിന്നെ ഭൃഗുസുതന്മാരെ വിളിച്ചു തൻ മുന്നിൽ നിർത്തി പറഞ്ഞിട്ടിനാനിങ്ങനെ നിങ്ങൾ ചില മതമുൾക്കലർന്നിത്തരം ഇങ്ങിവനെ പഠിപ്പിച്ചു തുടങ്ങിയാൽ എങ്ങുമിരിപ്പാൻ അയക്കുന്നതല്ലെന്നതങ്ങകമേ ധരിച്ചിടുവിനീദൃശം ധിക്കാരമങ്ങു വച്ചേക്ക മഹത്വങ്ങൾ ഒക്കയറിഞ്ഞിരിക്കുന്നിതൻ മാനസേ. സത്വരമിത്തരം ദൈത്യകുലേശ്വരൻ
ചിത്തകോപേന ചൊല്ലുന്നവർ കേട്ടവർ ബദ്ധാഞ്ജലി ചേർത്തു നിന്നു ചൊല്ലിടിനാരിത്തമുൾത്താരിലങ്ങോർത്തീല ഞങ്ങളോ ഞങ്ങൾക്കു മറ്റില്ലൊരാധാരമിന്നിവൻ ഞങ്ങൾ പഠിപ്പിച്ചതല്ല ചൊല്ലുന്നതും പൊങ്ങും മഹാക്രോധമിങ്ങനെ കാൺകയാൽ ഇങ്ങധികം ഭയമുണ്ടു ഞങ്ങൾക്കെല്ലാം എന്നിങ്ങനെ ഭൃഗുനന്ദനന്മാർ പറഞ്ഞന്നേരമാശു ചൊന്നാൻ ദിതിനന്ദനൻ. നിങ്ങളാരും പഠിപ്പിച്ചതല്ലെങ്കിലിന്നിന്ത്യനു തന്നകതാരിലുദിക്കയോ ചെയ്തതെന്നി മറ്റിതാരാനുമൊന്നുര ചെയ്തു കേട്ടുള്ളിലുറയ്ക്കയോ കശ്മലൻ. നന്നല്ലിവനുടെ ദുർബോധമിങ്ങതിനൊന്നുകൊണ്ടും പുനരെന്നാൽ അതുകൊണ്ടു നിങ്ങൾ ശിക്ഷിച്ചു മാറ്റി മറപ്പിച്ചു കൊണ്ടിങ്ങു ശിക്ഷയാ വന്നാലും എന്നവരോടെല്ലാം ചൊല്ലി സരസമായാത്മജൻ തന്നെയും മെല്ലെ പറഞ്ഞയച്ചിടിനാൻ കൂടവേ. ചെന്നങ്ങനുസരണം ചെയ്തവനോടു പിന്നെ ഭൃഗുസുതന്മാരവർ ചോദിച്ചാർ, വത്സ നിനക്കു നാരായണൻ തങ്കലെ ബുദ്ധിയുണ്ടായതാരാനും പറഞ്ഞതോ നിത്യം സ്വതേ തന്നെ നിങ്കലുണ്ടായതോ സത്യം പറകെന്നു കേട്ടവൻ ചൊല്ലിനാൻ. സ്വസ്ഥനെന്നും പരനെന്നും ജഗത്തെന്നും ഇത്തം ബഹുവിധമുള്ള ഭേദഭ്രമം തന്നുട മായയാ സർവജഗത്തിനും അന്വഹം തോന്നിച്ചരുളും ജഗന്മയൻ സർവചരാചരാചാര്യൻ മമ ഗുരു സർവഗൻ തൻപദം നിത്യം നമാമ്യഹം. രക്ഷതുമാമെന്നിരുന്നവൻ തന്നുട ഭക്തിപ്രവൃത്തിയുമൊക്കെ ഗ്രഹിച്ചവർ തൽസ്ഥിരതാമൊഴിച്ചിടുവാനായൊരു ഭർസനാദ്യാകാര ഭാവക്രിയകളാൽ ഭീതി വളർത്തു ശീലിപ്പിച്ചുടൻ ത്രിവർഗാദി സർവം ഗ്രഹിച്ചിട്ടിനാൻ നീതിമാൻ. ദിവ്യനവനെന്നുറച്ചന്നൊരു ദിനം കാവ്യസുതന്മാരവനോടു കൂട്ടവേ ചെന്നു ധനുജേന്ദ്രനെ കണ്ടു വന്ദിച്ചു നിന്നാരവർ തൊഴുതീട്ടിനാൻ പുത്രനും. നന്ദനൻ തന്നെ സവിധേ വിളിച്ചനു നന്ദിച്ചെടുത്തു മടിയിൽ വെച്ചാദരാൽ നന്നായി പുണർന്നു ശിരസി ചുംബിച്ചുകൊണ്ടന്നു ചോദിച്ചാൻ തെളിവോടിതൻ മകൻ ഇത്ര നാളും മിനക്കെട്ടു പഠിച്ചതിലുത്തമമായതെന്തെന്നു ചൊല്ലിയിട്ടു നീ എന്നു പിതാവ് ചോദിച്ചതു കേട്ടവനന്നേരമാശു മുതിർന്നു ചൊല്ലിയിട്ടിനാൻ. എന്തു ചൊല്ലുന്നതു മുന്നേതിലേറ്റമെന്നന്തർഗതിക്കു വിശേഷമില്ലേതുമേ നിത്യം ശ്രവണാദി സൽകീർത്തനങ്ങളാൽ ഭക്തി നാരായണൻ തങ്കലെത്തിയിട്ടുകിൽ മർത്യജന്മാർത്ഥം ലഭിച്ചതെന്നാത്മജൻ മത്യാദരേണ ചൊല്ലുന്നതു കേട്ടവൻ ക്രുദ്ധിച്ചവനെ പിടിച്ചു തള്ളിക്കളഞ്ഞെത്രയും ഉഷ്ണിച്ചു ശുക്രാത്മജരെയും ഭർസിച്ചു നേത്രാഗ്നി പൊട്ടിച്ചിതറുമാറുഗ്രവേഗേന ചൊല്ലിയിട്ടിനാനിങ്ങനെ. ധികൃതിയുള്ള കുസൃതികൾ നിങ്ങളെന്നുൾക്കാമ്പിലഹന്ത നിശ്ചയിച്ചേനഹം. മൽപ്രതിയോഗി പാലാഴിയിൽ പുക്കൊളിച്ചെപ്പോഴുമങ്ങുറങ്ങിക്കിടക്കുന്നവൻ ശക്തനെന്നുള്ള സാരം പഠിപ്പിച്ചതൻ പുത്രനെ കശ്മല വിപ്രരേ നന്ദിതം. കള്ളക്കുരങ്ങന്മാർ മുന്നിൽ നില്ലായ്കെന്ന് ഉള്ളം നടുങ്ങപ്പറഞ്ഞതു കേട്ടവർ തുള്ളും നിലകളോടുള്ളം വിറച്ചു വീർത്തുള്ളുള്ള ഭാവം കലർന്നു ചൊല്ലിയിട്ടിനാർ, നാഥ നമസ്തേ നമസ്തേ ജഗത്സകലാധാര ദൈവമേ വീരമൗലേ ജയ. പാരിലഗതികളാമടിയങ്ങളോടാരൂഢരോഷമുണ്ടാകരുതിങ്ങനെ സാക്ഷാൽ പരമാർത്ഥമങ്ങറിഞ്ഞീലതു കേൾക്ക തവാത്മജനിച്ചൊന്നതൊന്നുമേ. ഞങ്ങൾ പഠിപ്പിച്ചതല്ലച്ഛനാണ കേൾ
അങ്ങതുറക്കിലും കൂട്ടവേ നിർണയം. നന്ദനനാമിവനോടി പ്രബന്ധങ്ങൾ ഇന്നൊരന്യൻ പഠിപ്പിച്ചതുമല്ലല്ലോ. തന്നുട വാസനയാ സ്വാഭാവികമാം ദുർനയമെന്നതറിഞ്ഞരുളേണമേ. ഞങ്ങളാകുന്നതെല്ലാ പ്രകാരത്തിലും ഇങ്ങവനെ പ്രതി ശിക്ഷിച്ചതന്വഹം. വ്യംഗ്യമാമിപ്പൊരുളങ്ങവനെപ്പൊഴുതെങ്ങും വെളിച്ചത്തിടുകയുമില്ലല്ലോ. ഞങ്ങളാലൊന്നതിന്നാവതല്ലെന്നവർ അങ്ങു ചൊല്ലുന്നത് കേട്ടവൻ പുത്രനെ പിന്നെ പലവിധം ദ്വേഷിച്ചതോർക്കിലിങ്ങൊന്നുമെനിക്കു ചൊല്ലാവതല്ലീശ്വര. ദൈവവിലാസങ്ങളെന്തറിയാവതോ ദൈവമല്ലോ ജഗൽ സാക്ഷിയാക്കുന്നതും. സർവകാര്യങ്ങളും സർവജനത്തിനും ദൈവം വരുത്തുന്നതെന്നി മറ്റെന്തുള്ളു. ദൈവഗതികൾ മറന്നു നടക്കുമ്പോൾ ദൈവാനുകൂല്യമില്ലെന്നു വന്നിടുന്നു. ദൈവാനുകൂല്യമുണ്ടായി വരുന്നാകിലോ ദൈവവിശ്വാസമുണ്ടായി വരും നിർണയം. ദൈവത്തെയും മറന്നാശു ദൈതേയനും ദിവ്യനാം പ്രഹ്ലാദനെ വധിച്ചിടുവാൻ ക്രവ്യാശികളെ വിളിച്ചതി സത്വരം. സംശയമെന്നിയെ മണ്ഡലാഗ്രങ്ങളും ആശു കൊടുത്തയച്ചിടിനാൻ അങ്ങവർ കേവലം ചെന്നു ചുഴന്നടുക്കും വിധൗ. ദേവദേവേശനെ ധ്യാനിച്ചുറച്ചുടൻ തന്നുള്ളിലും ജഗത്തിങ്കലും കൊല്ലുവാൻ ചെന്നടുക്കുന്നൊരു ദാനവന്മാരിലും മണ്ഡലാഗ്രങ്ങളിലും പരിപൂർണനായി പുണ്ഡരീകാക്ഷനാമാദിനാരായണൻ തന്നുടമായയാ നിന്നവനാകിലിങ്ങിന്നിവരാലെനിക്കില്ലൊരു സങ്കടം. നിർണയമെന്നവനുള്ളിലുറച്ചളവർണോജലോചനൻ തന്മഹാമായയാ തങ്ങളിൽ തന്നെ വിപരീതമായി ചമഞ്ഞങ്ങവർ വെട്ടിമരിച്ചാർ പരസ്പരം. നന്ദനൻ തന്നെ വധിപ്പതിനേതുമേ സന്ദേഹമെന്നിയെ പിന്നെയും ദാനവൻ ദിഗ്ഗജേന്ദ്രന്മാരെയൊക്കെ വിളിപ്പിച്ചു മുഷ്കരന്മാരെ നിയോഗിച്ചിതക്ഷണം. ചിക്കനച്ചെന്നവർ കത്തിത്തുടങ്ങിനാരുൾ കാമ്പുണർന്നു സ്മൃതി ചേർന്നു ബാലകൻ നിൽക്കുന്നളവു കരിവരന്മാരുടെ കർക്കശാകാരമാം ദന്തങ്ങളൊക്കവേ പെട്ടെന്നു താനേ മുറിഞ്ഞഴൽപ്പെട്ടഹോ. കഷ്ടം പതിച്ചു തളർന്നുപോയി തുലോം ദുഷ്ടനതുകൊണ്ടുമാവതല്ലായ്കയാൽ അഷ്ടനാഗങ്ങളെ വിട്ടാനനുക്ഷണം ചെന്നു ദംശിപ്പതിനായി തുടങ്ങും മഹാപന്നകന്മാരുടെ പൽമുറിഞ്ഞു ബലാൽ. ഖിന്നനാം ദാനവാധീശ്വരൻ പിന്നെയും വൻഹിയരിച്ചു കത്തിജ്വലിപ്പിച്ചതിൽ കാലും കരങ്ങളും കൂട്ടി വരിഞ്ഞിട്ട കാലമത്തിയും മഹാവിഷ്ണു തന്നെയും വേറായിരിപ്പതല്ലെന്നു തൻ മാനസേ തേറിനാൻ അപ്പൊഴുതാറിനാനഗ്നിയും. ചെന്താമരപ്പൂഴിഞ്ഞാലുമാടിയിട്ടു സന്തതം കാറ്റേറ്റലസാതമേവിന വന്തിയിലേറ്റം കുളിർത്തു വിളങ്ങിനാൻ അന്തരമെന്നിയേ ബാലകൻ തന്നുടൽ. ചിന്തമുഴുത്തു ധനുജേന്ദ്രനും മുഹുരന്തിനി നല്ലതെന്നോർത്തു കൽപ്പിച്ചുടൻ ആട്ടിപ്പിടിച്ചു മകനെ കരങ്ങളും കൂട്ടിപ്പരിചോടു കാലും മുറുകവേ നാഗപാശങ്ങളാൽ കെട്ടി വരിഞ്ഞനുരാഗമൊഴിഞ്ഞു സമുദ്രത്തിലിട്ടഹോ. മീതേ വളർന്ന ഗിരികളും ബന്ധിച്ചു ചേതസി സംശയം വിട്ടു താനേറ്റിനാൻ. മജ്ജനം ചെയ്തതീ ബാലകൻ അപ്പൊഴുതി ജഗത്തൊക്കെ നിറഞ്ഞ ജഗന്മയൻ പത്മനാഭൻ പരിപാലയമാമിതി സ്മൃത്വാപി ധീരനായപ്പൊഴുതഞ്ജസാ. ിട്ടുകളറ്റു പാശങ്ങളും ദൂരവേ പൊട്ടിത്തെറിച്ചങ്ങുരുണ്ടു ഗിരികളും തൽക്ഷണേ പാശിതാൻ
ചെന്നെടുത്താദരാൽ അക്കടൽ തന്നുടെ തീരമേറ്റിട്ടിനാൻ. കർക്കശൻ ദാനവൻ പിന്നെ വിഷങ്ങളും ഭുക്തരസങ്ങളിലൊക്കെ പലവിധം ഭൃത്യരെ കൊണ്ടു കൊടുപ്പിച്ചതും ഹൃദയസ്ഥനാമീശ്വരൻ താൻ ദഹിച്ചീട്ടിനാൻ. സംശോഷകനായ വായു ചുഴലിയായി സംശയമെന്നിയെ ചെന്നു ചുഴന്നുടൻ പൈതലായുള്ളവൻ തന്നെ വിരട്ടുവാൻ കൈതവപൂർവമയച്ചവൻ തന്നെയും. വൈകാര്യകാരി ഭഗവാൻ നിരഞ്ജനൻ വൈകാതെ താൻ ദഹിച്ചീട്ടിനാൻ കൂട്ടവേ. ഇങ്ങനെയുള്ള ദുർവ്യാപാര കർമ്മങ്ങൾ അങ്ങവനൊന്നു മേലായിക കൊണ്ടന്വഹം. തന്നുള്ളിലേറ്റം വിചാരം കലർന്നങ്ങു നിന്നവൻ പിന്നെ ചതിപ്പതിനായഹോ. നന്ദനൻ തന്നെ നന്നായി പറഞ്ഞന്തികെ നന്ദിച്ചിരുത്തിച്ചില നാൾ കഴിച്ചത ഭാർഗവന്മാരെ ചതിപ്പതിനായുള്ള മാർഗങ്ങൾ ഈ വണ്ണമെന്നുറപ്പിച്ചവൻ. ഭാഗ്യവാനായ തനയനെ പിന്നെയുമാക്കിനാൻ വിദ്യ പഠിപ്പതിനന്തികെ. അന്നവർ തമ്മുടെ ദുഷ്കർമ്മഹേതുന വൻഹിയിൽ നിന്നു ജനിച്ചുള്ള കൃത്യകൾ ചെന്നു ദഹിപ്പാനടുക്കുന്നതു കണ്ടു തന്നുള്ളിൽ മേവിന നാരായണനുടെ ചക്രം പുറപ്പെട്ടു കൃത്യകൾ തമ്മയും ഒക്കെ ദഹിച്ചു കളഞ്ഞോരനന്തരം. പിന്നെയും വിദ്യ പഠിച്ചവൻ ഭാർഗവനന്ദനന്മാരുമായൊന്നിച്ചിരുന്ന നാൾ മന്നവനായ ഹിരണ്യകശിപുവും തന്നുടെ പുത്രനു നാരായണങ്കലെ ഭക്തിക്കിളക്കമില്ലെന്തിനീ ചെയ്വതെന്നുൾത്താരിലോർത്തോർത്തിരുന്നൊരു ദിനം. 1000 യോജന മേൽപോട്ടുയർന്നധികായതം വിസ്തൃതി ചേർന്നു വിളങ്ങിന മാളികമേലമാത്യാചാര്യ മന്ത്രിഭിർമേളം കലർന്നു ചുഴന്ന വരാസനെ. സർവലോകൈകനാഥപ്രഭാവേന ദുർഗർവം കലർന്നു വാഴും ധനുജേന്ദ്രനെ ദിവ്യനാം പുത്രനും ചെന്നു കണ്ടന്തികെ നിർവ്യാജമാശു നമസ്കരിക്കും വിധൗ. ദുഷ്ടനായുള്ളവൻ താൻ നിയോഗിക്കയാൽ ഒട്ടും മടിയാതെ ഭൃത്യജനങ്ങളും പെട്ടെന്നു ചെന്നു പിടിച്ചു കാലും കൈയും കെട്ടി വരിഞ്ഞുടനിട്ടാനധോ ഭുവി. ചക്രായുധനുടെ ഭക്തപ്രവരരിൽ അഗ്രേസരനിങ്ങു പോരും നളവുടൻ വിഷ്ണുമയമെന്നുറച്ചാനഖിലവും. വിഷ്ണുമായക്കരുതാതതിലൊന്നുമേ വിഷ്ണുപാദത്തിങ്കൽ നിന്നു താഴുന്നവൻ. വിഷ്ണുപദത്തിങ്കൽ നിന്നു താഴുന്നവൻ വിഷ്ണുപ്രിയയിൽ വന്നെത്തുന്നതിൻ മുമ്പേ. വിഷ്ണുപ്രിയ ധരാദേവി താൻ തൽക്ഷണേ വിഷ്ണു മനോഹര വേഷഭാവത്തോടും വിഷ്ണു ഹൃദയ ഗതി കണ്ടനുദ്രുതം വിഷ്ണു ബുദ്ധ്യാകരം കാട്ടി നിന്നീട്ടിനാൾ. വിഷ്ണു ഭക്തൻ വന്നു വീണാൻ കരാംബുജേ വിഷ്ണു സ്മൃതി കൊണ്ടു ബന്ധങ്ങളൊക്കെയും. വിഷ്ണുപദത്തിങ്കൽ നിന്നഴിഞ്ഞു ബലാൽ വിഷ്ണുരേവം പുണർന്നർഭകൻ തന്നെയും വിഷ്ണുപ്രിയ തന്നിൽ നിർത്തിനാളാദരാൽ. വിഷ്ണു ഭക്തൻ നമസ്കൃത്യ നിവർന്നുടൻ ഭക്ത്യാ തൊഴുതു ചോദിച്ചാൻ ഭവതിയാരിത്ര കാരുണ്യമടിയനിൽ മാനസേ മുറ്റി വളർന്നു വന്നിങ്ങന താങ്ങുവാൻ. ഉറ്റവർക്കും ബത വല്ലുകയില്ലല്ലോ മറ്റതിനാവശ്യമുണ്ടാകയില്ല മാം. പെറ്റ മാതാവുപേക്ഷിച്ചോരഗതി ഞാൻ ചത്തു പിറന്നിതെന്നമ്മ തൃക്കൈയതിൽ. നിത്യമെനിക്കിനിയും മറ്റില്ലൊരാശ്രയം ഭക്തപ്രിയേ വെടിയായിക ഭവതിയും. അത്യന്തമാനന്ദഭൂതേ നമോസ്തുതേ. ഇത്തം തൊഴുതപേക്ഷിച്ചു നിൽക്കും നിജഭക്തനോടപ്പോരാൾ അരുൾ ചെയ്തു ഭൂമിയും. സർവചരാചരധാത്രിയായി മേവിന സർവം സഹാദേവിയായതു ഞാൻ മമ ഭർതൃനിയോഗേന നിന്നെ രക്ഷിപ്പതിനത്യരം പ്രത്യക്ഷയായി വന്നിതിങ്ങനെ.
പുത്രാ നിനക്കിനിയും ബധ വേണ്ടുകിൽ അത്രൈവ മത്സ്മൃതി ചെയ്കിൽ അവിടെ ഞാൻ പ്രത്യക്ഷയായി വന്നു സങ്കടം പോക്കുവൻ. ചിത്തചാഞ്ചല്യമുണ്ടായൊരിക്കലും നാരായണസ്വാമി സർവജഗദ്ഗുരു കാരുണ്യവാരിധി കാത്തുകൊള്ളും ദൃഢം. നല്ലതുമേന്മേൽ വരികെന്നനുഗ്രഹിച്ചല്ലലൊഴിഞ്ഞു മറഞ്ഞാൾ ധരിത്രിയും. തുല്യമതിയായ പ്രഹ്ലാദ ഭക്തി കണ്ടെല്ലാവരും ബഹുമാനിച്ചിതേറ്റവും വല്ലാതെ കണ്ടിളിഭ്യം കലർന്നിടിനാനല്ലോ ഹിരണ്യകശിപുവാം വീരനും. ഇല്ല ചതികളുമങ്ങവനേൽക്കയെന്നുള്ളിലുറച്ചു നിർലജ്ജനായി പിന്നെയും നല്ലവണ്ണം പറഞ്ഞങ്ങു ശനാന്തികെ നല്ല ശിക്ഷയ്ക്കുടനാക്കിനാൻ പിന്നെയും. ഭാഗ്യവാന്മാർക്കു ചെയ്യുന്നതെല്ലാം മഹാഭാഗ്യമായേ വരൂ നീക്കമില്ലേതുമേ. യോഗ്യമാം വിദ്യകൾ അഭ്യസിച്ചിടുവാൻ യോഗ്യനായി വന്നാനവൻ പല കാലവും. യോഗ്യപുരുഷനല്ലോ ഹൃദയസ്ഥനായി യോഗ്യമുദിപ്പിച്ചു നിൽക്കുന്നതെപ്പോഴും. കാൽക്ഷണകാലമാത്രം പോലും ഈശ്വര സാക്ഷിയോഗം മറന്നിടുമാറില്ലവൻ. താനും ഗുരുവും ജഗന്മയൻ മാധവൻ നാനാചരാചാര്യനാമീശനും നൂനം പ്രപഞ്ചവും ഈരേഴു ലോകവും ആനന്ദപൂർവമൊന്നായി കണ്ടിരിപ്പവൻ. ദാനവാധീശ്വരനന്ദനൻ തന്നുടെ മാനസപത്മം പരമപുരുഷനു മൂലനിലയനമായി ചമഞ്ഞു സദാകാലമതിനാൽ വിളങ്ങിനാനേറ്റവും. ബാലനവനെ വധിക്കരുതാഞ്ഞു തൽക്കാലേ മുഴുത്ത വിചാരവും ഭീതിയും കൂടിക്കലർന്നു തളർന്നു ദിതിസുതൻ വാടിക്കുഴഞ്ഞിടർ തേടിനാൻ മാനസേ. അങ്ങനെ ചെല്ലുന്ന കാലത്തൊരു ദിനം അങ്ങ് ഗൃഹകൃത്യ വ്യഗ്രമനസ്കനായി നിന്ന ഗുരുവിനെ കണ്ടു ദിതിസുതനന്ദനൻ സബ്രഹ്മചാരികളാക്കിയ ബാലകന്മാരെ അനുസരിച്ചന്തികെ ചാലേ വിളിച്ചു മധുരമായി ചൊല്ലിനാൻ. ഞാനൊരു നല്ലതുണ്ടിന്നു ചൊല്ലിയിടുന്നു മാനസതാരിൽ ഗ്രഹിപ്പിനെല്ലാവരും. മനുഷ്യനായാൽ ചെറിയ നാളെ മുതാ മാനസേ ഭാഗവത ധർമ്മനീതികൾ സാധിച്ചു കൊൾക വേണം. മനുജന്മമിന്മേദിനിയിങ്കൽ ലഭിപ്പാൻ പണിതുലോം. പാരിലിതു ലഭിച്ചിടുകിലും പുനരോരാതെ പോയിക്കഴിയുന്നിതു കാലവും. ബാല്യവാർദ്ധക്യകാലങ്ങൾ രണ്ടിങ്കലും ചാലേ പ്രവർത്തിക്കു ശക്തിയില്ലേതുമേ. യൗവനത്തിങ്കൽ അഹങ്കാരയുക്തരായി ഗർഭികളായി ധനകാമികളായോരോ രാഗദ്വേഷാദി വിവശരായങ്ങനുഭോഗികളായി വരും മായാബലവശാൽ. മറ്റൊരു ജാതികൾക്കും പുരുഷാർത്ഥമിങ്ങുറ്റു സാധിപ്പനുരതു അരുതു നിർണയം. മറ്റൊരു ജാതികൾക്കും പുരുഷാർത്ഥമിങ്ങുറ്റു സാധിപ്പാനരുതതു നിർണയം. എന്നിതെല്ലാം വിചാരിച്ചു കാണുമ്പൊഴുതിന്നിഹ മാനുഷന്മാരായി ചമകിലോ ചെമ്മേ ഭഗവൽ പാദാംബുജ സേവയാ ജന്മഖേദമൊഴിച്ചിടുക വേണ്ടതും. നന്നായി നിരൂപിച്ചു കൊൾവിനെല്ലാവരും എന്നവൻ ചൊന്നതു കേട്ടധ ബാലരും ചൊന്നാർ. നിനക്കുമിവിടെ ഈ ഞങ്ങൾക്കുമൊന്നു തന്നെ ഗുരുവില്ലൊരു സംശയം. എന്നാകയാലിതു നിന്നോടു ചൊന്നതാരെന്നിതു കേട്ടറിയുന്നീല ഞങ്ങളോ. ഞങ്ങൾക്കു നിൻ വചനാമൃതം കേൾക്കയാൽ ഇങ്ങകതാർ തെളിഞ്ഞിടുന്നിതേറ്റവും. നിന്നകതാരിലുറച്ചവാറങ്ങനെ എന്നതു ഞങ്ങൾക്കു ചൊല്ലിത്തരികടോ. എന്നവരൊന്നിച്ചു ചോദിച്ചതു കേട്ടു ചൊന്നാനവരോടുടൻ ധനുജേന്ദ്രജൻ. മുന്നം മമ ജനകൻ തപസ്സിനു പോയന്നു സുരേന്ദ്രാദിദേവകൾ വന്നുടൻ. ദാനവമന്ദിരം സംഹരിക്കും വിധൗ മാനം നടിച്ചെതിരിട്ടാരസുരകൾ. വീറോടെതിർത്തു പോർ ചെയ്തു തോറ്റിടിനാരേറെ പരവശപ്പെട്ട സുരാന്വയം.
മണ്ടുന്ന നേരത്തു മാതാവ് സംഭ്രമിച്ചിണ്ടൽ പൂണ്ടേറ്റമുഴന്നു നിൽക്കുന്നതു കണ്ടുപിടിച്ചു. സംഗ്രന്ഥനൻ കൂട്ടവേ കൊണ്ടുപോകുന്നതു കണ്ടു വീണാധരൻ മാർഗമധ്യേ പുരുഹൂതനോടിന്നിതു യോഗ്യമല്ലെന്നരുൾ ചെയ്തു വാങ്ങി ദ്രുതം. തന്നുട സന്നിധൗ കൊണ്ടുപോയിട്ടിനാൻ ചെന്നിടരന്നിയെ നന്നായിരുത്തിനാൻ. അന്നു മാതാവിനാലുള്ള ശുശ്രൂഷകൾ കണ്ടന്യൂനമോദവാത്സല്യം കലർന്നുടൻ ഗർഭസ്ഥനാമെന്നെ ഉദ്ദിശ്യ മാതാവിനപ്പൊഴുതാത്മജ്ഞാനാർത്ഥതത്വത്തെയും ഭാഗവത ധർമ്മനീതിമതങ്ങളും ആഗമാന്താർത്ഥ സൂക്ഷ്മോപദേശത്തെയും ഭക്തിപ്രഭാവഭേദങ്ങളും കേവലം മുക്തി വരുത്തും പ്രകാരവുമൊക്കവേ ചിത്തം തെളിഞ്ഞു സന്ദിഗ്ധങ്ങൾ നീങ്ങുമാറെത്രയുമാദരവോടരുളിച്ചെയ്തു. സ്ത്രീ സ്വഭാവം കൊണ്ടു മാതാവിനങ്ങതു സാക്ഷാൽ മറന്നുപോയി മഹാമായയാ. നീക്കമൊഴിഞ്ഞു മുനീശ്വരാനുഗ്രഹാൽ സൂക്ഷ്മമായെങ്കലുറച്ചിതു സർവവും. അങ്ങനെയുള്ള സ്വാഭാവികയാകുന്നതിങ്ങുമെൻ മാനസ സംഗതി തേറുവിൻ എന്നവരോടു പരമാർത്ഥമൊക്കവേ ചൊന്നവനാനന്ദമുൾക്കൊണ്ടു സാദരം. പിന്നെ പരമാത്മസൂക്ഷ്മതത്വത്തെയും അന്നവർക്കെല്ലാം ഉപദേശിച്ചിട്ടിനാൻ. പ്രഹ്ലാദനാലനുശാസിതരാമവർ ആഹ്ലാദമാത്മജ്ഞാനാർത്ഥം തെളിഞ്ഞുടൻ വിഷ്ണുഭക്ത്യാ വിളങ്ങിടിനാരേറ്റവും കൃഷ്ണരാമാദിജപവും തുടങ്ങിനാർ. ഏകനാം ബാലനെ ശിക്ഷിച്ചു നിന്നളവാകയൊരുപോലെയായി വന്ന കാരണം പ്രാകൃതന്മാരാമുശനസ്തനയന്മാർ ആകുലബുദ്ധ്യാ നടുങ്ങിനാരേറ്റവും. ദാനവാധീശനറിയും പൊഴുതിലജ്ഞാനി കോപിച്ചു ചാടുന്നതിൻ മുന്നമേ നമ്മുടെ ദോഷമല്ലെന്നതു ചെന്നിനി നിർമായമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ. വൈകൊരുതെന്നവരുണ്ടായ അവസ്ഥകൾ ഐകമത്യത്തോടു ചെന്നു ചൊല്ലിട്ടിനാർ. കോപിച്ചതു കേട്ടു ദാനവാധീശ്വരൻ താപിച്ചകം നൊന്തു വേപിച്ചെഴുന്നുടൻ ചാട്ടിപ്പുറപ്പെട്ടു പുത്രനെയങ്ങു വമ്പോടെ വിളിപ്പിച്ചു മുമ്പിൽ നിർത്തിച്ചൊന്നാൻ. എന്തടാ കശ്മല ദുർബലനായ നീ, എന്തു ബലം കൊണ്ടിവിടെ മമാജ്ഞയും ലംഘിച്ചു നമ്മുടെ ദേശികൻ തന്നെയും ശങ്കിച്ചിരിയാതെ ജാത്യരിയാകിയ പങ്കജനാഭനെ സേവിച്ചു കൊള്ളുന്നു. പങ്കികൾ തന്നിൽ വെച്ചഗ്രേസരനായ നിൻകഴുത്തിനറുത്തിടുന്നതുണ്ടു ഞാൻ. എങ്കരവാൾ കൊണ്ടതിനില്ല സംശയം. എന്നാൽ ഇവിടെ നിൻ ബന്ധുവായുള്ളവൻ നിന്നെ വന്നിങ്ങു രക്ഷിക്കുമെന്നാക്കിലോ. നന്നു നന്നിരിക്കുന്നോനവനെന്ന എന്നോടു കശ്മല ചൊല്ലിന്നു നീ എന്നിങ്ങനെ പിതാ കോപിച്ചു ചൊന്നളവന്യൂന ഭക്ത്യാ തൊഴുതവൻ ചൊല്ലിനാൻ. ഇന്നിങ്ങനിക്കു തന്നെയൊരു ബന്ധുവല്ലിന്ദിരാവല്ലഭനായ ജഗന്മയൻ നാനാചരാചരജാതികളുള്ളിലും നാനാവിധാത്മജന്മാണ്ടങ്ങൾ തന്നിലും ഭൂവാരിവായുഅഗ്നിഘാദികൾ തന്നിലും നീവാരരത്നകനകാദികളിലും സ്ഥൂണസുഷിരസ്വരൂപാദികളിലും ഘ്രാണരസസ്പർശനാദ്യങ്ങൾ തന്നിലും കാണായവറ്റിലും കേൾക്കായവറ്റിലും താനായി നിറഞ്ഞു മറഞ്ഞു നിൽക്കും പരൻ. താനഖിലാത്മൈക ബന്ധുവാകുന്നതദ്ദീനപ്രിയാനുകൂലം ബലമായതും താനല്ലയോ സകലാത്മൈക ബന്ധുവായി സാനന്ദമൻപോടു പാലിപ്പതൊക്കെയും. നൂനമെനിക്കും ഭവാനും ജഗത്രയസ്ഥാന നിവാസികൾക്കും പുനരന്യേ മറ്റില്ലൊരു ബലമെന്നറിഞ്ഞിടുക. മുറ്റും ജഗത്രയാധീശനാകും ഭവാൻ. നിത്യം നിഖിലൈക ബന്ധുവാമീശ്വരനത്യന്ത ശത്രുവന്നിങ്ങനെ തോന്നിയ ബുദ്ധിഭ്രമമതി കഷ്ടമാമാസുരി. ബുദ്ധിയതിനെ ത്യജിച്ചു കളഞ്ഞിനി ശുദ്ധാത്മന സകലം
സമീകൃത്യ സൽബുദ്ധ്യാ ഭഗവൽ ഭജനം തുടങ്ങുക. വിശ്വൈകനായകനാം ഭവാനെന്നതങ്ങച്ഛനോടാത്മജൻ ചൊന്നതു കേട്ടവൻ. രക്തം ചിതറും മിഴികളിൽ നിന്നതികർക്കശമാം കനൽ കട്ട ചാടും മണ്ണം ക്രുദ്ധിച്ചു ദന്തം കടിച്ചു ദംഷ്ട്രങ്ങളും ഉദ്ധൃത്യ പൊട്ടിച്ചിരിച്ചലറിദ്രുതം. ഭേദം ചെറുതേതുമില്ല സർവേശ്വരനാദിനാഥാനുകൂലം ബലമേവനും. കേവലമിങ്ങനെയുള്ള ജഗന്മയൻ ദേവദേവൻ മമ ശത്രുവൻ ഇങ്ങനെ ഭാവം കലർന്നതു മായാപരവശാൽ. ഏവമുള്ളാസുരീ ഭാവമൊഴിഞ്ഞിനി ഭാഗവത പ്രിയനായിരുന്നന്നഹമാഗമക്കാതലാമാദിനാഥൻ പദം. ഭക്ത്യാ ഭജിപ്പതത്യുത്തമമെന്നു തൻ പുത്രൻ പറഞ്ഞതു കേട്ട സുരേശ്വരൻ. പെട്ടെന്നു വാളുമെടുത്തെഴുന്നേറ്റില കെട്ടൊഴിയാതെ നിറഞ്ഞവൻ തൂണിതിൽ നിൽപ്പവൻ വന്നു രക്ഷിക്കണമിത്തരം ദുർഭാഷണം ചെയ്തു നിൽക്കുന്ന നിന്നെ ഞാൻ വെട്ടിക്കളവനെന്നോടിയടുത്തു തൻ മുഷ്ടി കൊണ്ടൊന്നു കുത്തിയിടിനാൻ തൂണിന്മേൽ. വട്ടം തിരിഞ്ഞു വിറച്ചിതസ്തൂണവും പൊട്ടിഞ്ഞെരിഞ്ഞമർന്നു തൽപ്രദേശവും. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീഹരയേ നമഃ.